ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് എഗ് ഡ്രാക്കിളയാണ്. അതിന് വേണ്ടി നമുക്ക് മൈദ വേണം, പിന്നെ കോൺഫ്ലവർ വേണം, പിന്നെ നമുക്ക് പൗഡർ വേണം, പിന്നെ നമുക്ക് വിനീഗർ വേണം. വിനീഗർ ഇത്തിരി മതി കേട്ടോ. വിനീഗർ വേണം, പിന്നെ നമുക്ക് വെള്ളം വേണം, ഓയിലും വേണം. ഓയിൽ ഞാൻ എടുക്കുന്നത് സ്മൂത്ത്നെസ്സിനായിട്ടാണ്. പിന്നെ സോൾട്ടും വേണം. പിന്നെ ഇതൊക്കെ എടുക്കാനായിട്ടുള്ള അളവ് ടീസ്പൂണും പാത്രം എന്തായാലും വേണം. അത് ഫുൾ എന്തായാലും വേണം, എന്നാലേ നമുക്ക് റെഗുലർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് തന്നെ ഞാൻ സോൾട്ട് ഇടുന്നുണ്ട്. നമുക്ക് എത്രയാണ് സോൾട്ടിന് വേണ്ടത്? സോൾട്ട് ഇടുമ്പോൾ നമുക്ക് കുറച്ച് സ്മൂത്ത്നെസ്സൊക്കെ വരും കേട്ടോ. അപ്പോൾ അത്രയും സോൾട്ട് ഇടും. ഞാൻ ഇത്ര ഇട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം. ഞാൻ ഇപ്പോൾ ഈ സോൾട്ട് പൊന്തി കിടക്കണം അത്രയും വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായി മിക്സ് ആക്കണം. ഇപ്പോൾ ഈ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ കണ്ടേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ വരുന്നത്, അതൊന്നും നമുക്ക് വേണ്ടത് ഇതുപോലെ ആയിട്ട് കിട്ടണം കേട്ടോ. നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ ഇടണം. കോൺഫ്ലവർ നമുക്ക് സാധാരണ പോലെ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ആകെ ചളപ്പിളായി പോകും കേട്ടോ. നമുക്ക് ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് പാലിൻ്റെ കളറാകുമ്പോൾ അത് കുറച്ചുകൂടി കോൺഫ്ലവർ ഉണ്ടായിരുന്ന അർത്ഥം. നമുക്ക് വീണ്ടും 1 ടീസ്പൂൺ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടാം. അത് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സി ആക്കണം. പിന്നെ ഇതൊക്കെ എടുക്കുമ്പോൾ ചോദിച്ചിട്ട് വേണ്ട എടുക്കാൻ അമ്മമാരോട്. അങ്ങനെ നമുക്ക് മൈദ വേണം. മൈദ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ 3 ടീസ്പൂൺ മൈദ ഞാൻ ഇട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാം. ക്ലൈൻ്റെ രൂപമായതിനെ വരെ നമ്മൾക്ക് മൈദ ഇടണം. നമുക്ക് മിക്സ് ചെയ്യാം. മിക്സി പിന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലൊക്കെ ആയി വരണം കേട്ടോ. അപ്പം ഇപ്പം നമ്മുടെ ക്ലൈൻ്റ് രൂപമായിട്ടില്ല. നമുക്ക് ഇതിലേക്ക് വീട്ടിൽ ഇച്ചിരി മൈദയും കൂടി ഇടണം. ഇത് ക്ലൈൻ്റ് രൂപമായണ വരെ മൈദ ഇടണം കേട്ടോ. ഞാൻ പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇളക്കണതൊന്നും കാണിക്കാത്തത്. അപ്പം നമുക്ക് ഇനി മൈദ ഇടാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എടുത്തോണം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മൈദ. ഇത് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ കാര്യം. എന്നാലാണത് ശരിക്കും ക്ലൈൻ്റ് രൂപമായി വരുള്ളൂ, ഭയങ്കര സ്മൂത്താവുള്ളൂ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ മണം വേണമെങ്കിൽ ലോഷൻ ചേർക്കാട്ടോ. എനിക്കിപ്പോൾ ഇത്രയൊക്കെ മതി മണം. ഓൾറെഡി ഞാൻ പൗഡർ ചേർക്കണതുകൊണ്ട് കൂടിയാണ് കേട്ടോ. നമുക്ക് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. കണ്ടോ ചെറുതായൊക്കെ ഒരു പേസ്റ്റ് രൂപത്തിലൊക്കെ ആയി വരുമ്പോൾ നമ്മൾ ഇച്ചിരി ആയി നടത്താം. അപ്പോൾ നമുക്ക് വീണ്ടും ഇച്ചിരിയും കൂടി ഇട്ടാൽ കറക്റ്റ് അളവായി നടത്താം. അപ്പം ഞാൻ ഇപ്പോൾ ഇത്തിരി കോൺഫ്ലവറാണ് ഇടുന്നത് കേട്ടോ. അതിലേക്ക് കോൺഫ്ലവർ ഞാൻ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. മിക്സ് ചെയ്യാം. ഇതേ കണ്ടോ ഒരു ക്ലൈൻ്റൊക്കെ രൂപമായിട്ട് തന്നെ കണ്ടോ. ഇത്രയും ആകുമ്പോൾ നമ്മൾ കൈ കൊണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊക്കെ ആവാൻ തുടങ്ങും. നമുക്ക് ഇച്ചിരിയും കൂടി ഒരു ക്ലൈൻ്റ് രൂപമായി വരുമ്പോൾ കണ്ടു ഞാൻ ഇത്തിരിയും കൂടി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. പൗഡർ മൈദ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ ക്ലൈൻ്റ് രൂപമായതിന് ശേഷം നമ്മൾ ഇച്ചിരി പൗഡറും കൂടി വീണ്ടും ഇടണം. ഞാൻ പറഞ്ഞില്ലേ മണത്തിന് വേണ്ടി ഞാൻ എടുത്തണതാണ്. അപ്പോൾ അതിട്ട് നന്നായി ഇളക്കണം. പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഒരു കൈ കൊണ്ടൊക്കെ എടുക്കാനുള്ള ഒരു സ്റ്റേജ് ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇച്ചിരി വിനീഗർ ഒഴിക്കണം. അത് കുറേ നാൾ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുറേ നാളെന്ന് വെച്ചാൽ കുറച്ച് ഒരു 6-7-8 ദിവസം ഒക്കെ നിൽക്കും. നമുക്ക് വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഈ വിനീഗർ മിക്സായി വരുമ്പോൾ നമുക്ക് കയ്യിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് കണ്ടോ ഇച്ചിരി ഓയിൽ കേട്ടോ. ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ ഇളക്കിയ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് കഴുകാനൊക്കെ പോകണം. അപ്പോൾ നമ്മളിതേ കയ്യിൽ ഇച്ചിരി ആക്കിയിട്ട് ആ ടീസ്പൂണിൽ ഇതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി മിക്സ് ചെയ്യാം. ഇതുപോലെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. കണ്ടോ ക്ലേൻ്റെ ഒരു രൂപമായി വരുന്നുണ്ടോ. ഇതാണ് നമ്മുടെ എയർ ഡ്രൈക്കറിലെ. ഇത് നമ്മൾ ഇട്ട് വയ്ക്കേണ്ടത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. നമ്മൾ നന്നായി ഇളക്കി കൈ കൊണ്ട് നമ്മൾ ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കണം. സ്മൂത്ത് ചപ്പാത്തി മാവ് അതുപോലെയൊക്കെ ആക്കിയെടുത്തിട്ട് നമ്മൾ നന്നായി ഇളക്കുക ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രൂപമായിട്ടോ ഇത്രയാവണം വരയ്ക്കും. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ഭയങ്കര സ്മൂത്തായിരിക്കും നമുക്ക് ഉണ്ടാക്കാനും. പിന്നെ അതുമ്മേ കുറേ ഡ്രൈകളും പിന്നെ കുറേ മാർക്സ് ഒന്നും വരില്ല, ക്രാക്സ് അതൊന്നും വരില്ല. ഇതേ കണ്ടു നമ്മുടെ ഡ്രൈ ക്ലേ അടിപൊളിയായി വന്നിട്ടില്ല. ഇത്രയും സോഫ്റ്റ് ഇട്ടാൽ നമ്മൾ
ഉപ്പന്നെ യൂസ് ചെയ്യണം, എന്നാലും നമുക്കിത് സോഫ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇത് നമുക്ക് ഇതേപോലെ നന്നായി ഇളക്കി കണ്ടതാണ് നമ്മുടെ എയർ ഡ്രൈ ക്ലേ. അപ്പം എങ്ങനെയുണ്ട് നമ്മൾക്ക് ഇത് എടുത്ത് വയ്ക്കാൻ വേണ്ടി ആദ്യം ഇതിൽ ഇച്ചിരി എണ്ണ പറ്റണം കേട്ടോ. എണ്ണ ഇതുപോലെ ഇത്തിരി ആക്കിയിട്ട് എയർ ഡ്രൈ ക്ലേയിലാക്കണം. നേരത്തെ കയ്യിലാക്കിയത് കയ്യിലാവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം എയർ ഡ്രൈ ക്ലേയിലാക്കി വെച്ചാൽ കുറച്ചുകൂടി സ്മൂത്താവും. ഇത് കണ്ടോ, ഇതുപോലെ ഇളക്കാം നന്നായി. പിന്നെ ഇതിട്ട് വെക്കാൻ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിക്ക് നമ്മൾ ഈ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കിയത് കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലും ഉള്ളിലാക്കി വെച്ചാൽ എയർ ഡ്രൈ ക്ലേ അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല, ഉണങ്ങി കല്ല് പോലെയാവും. പുറത്തും വെക്കാൻ പാടില്ല. ഇങ്ങനെ ആക്കിയിട്ട് ട്രൈ ചെയ്തെടുത്താൽ കുഴപ്പമില്ല, വല്ലതും ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ക്ലേ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ